പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. ഒരു പുതിയ ദിവസം, പുതിയ പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി നൽകി. ഈ കോൺഫറൻസിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലത്തെ സെഷൻ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. രാവിലത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് സഹോദരൻ എബ്രഹാം ജോണിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ പകൽക്കാലത്തിലാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. രാത്രികാലം ഞങ്ങൾക്ക് നല്ല ഉറക്കത്തെ തന്ന കൃപയ്ക്കായി സ്തോത്രം. അത് രാവിലെ ഉണരുവാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അതിനുശേഷം ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഈ സ്ഥലത്ത് വന്ന് കൂടുവാനും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്കൊരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ യോഗ്യതയുള്ളവരായിരുന്നില്ല. എന്നാൽ കർത്താവ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് മക്കളാക്കി, പ്രിയമക്കളാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് ഈ നടക്കുന്ന ഈ മീറ്റിങ്ങിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ പാടുന്ന പ്രിയ സഹോദരന്മാരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പാടി സഹായിക്കുമാറാണമേ. അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടുവാൻ, കർത്താവ് ദൈവത്തെ മഹത്വപ്പെടുന്ന ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം കർത്താവോട് സഹായിക്കുമാറാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ, ഞങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പകരുവാൻ തക്കവണ്ണം കർത്താവോട് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ വചനത്തിന് കർത്താവെ പറയുന്ന പ്രിയ റോയിച്ചനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവെ സഹായിക്കുമാറാണമേ. അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ വചനം കർത്താവ് ഐശ്വര്യമായി പറഞ്ഞു തരുവാൻ തക്കവണ്ണം പ്രിയങ്കലിനോട് ബലപ്പെടുത്തുമാറാണോ പ്രാർത്ഥിക്കുന്നതാവേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനുകൊണ്ട് കർത്താവെ ദൈവനം ഭരവാൻ തക്കവണ്ണം കർത്താവോട് സഹായിക്കുമാറാണമേ. കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹപ്രദമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഒന്നുകൂടെ ക്രമീകരിപ്പാൻ തക്കവണ്ണം, ഞങ്ങളിലേക്ക് തന്നെ ഞങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇയാൾ കടന്നു വന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരെയും അവിടെ സഹായിക്കുമാറാണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്വലം കർത്താവായി യേശുക്രിസ്തുവിനെ കേൾക്കുമാറാണമേ. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ നാം 2 സെഷനിലൂടെ നമ്മുടെ കർത്താവിൻ്റെ ക്ഷണം നാം ഒരിക്കൽ കൂടെ കേൾക്കുകയുണ്ടായി പ്രിയ ദൈവദാസനിൽ നിന്ന്. കർത്താവ് പറഞ്ഞു, വന്ന് എന്നോട് ചേർന്ന് പഠിപ്പിൻ, അല്ലെങ്കിൽ എന്നോട് കേൾപ്പിൻ. കം ആൻഡ് ബി വിത്ത് മീ. ഒരാൾ നമ്മെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണിക്കുന്ന ആളുകൾ ക്ഷണിക്കുന്നവരെ അനുഗമിക്കണമെങ്കിൽ അത്രയ്ക്ക് അധികാരമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വിളി കേട്ട ഒരാൾ അനുഗമിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവ് ഒരുപാട് വിശേഷണങ്ങൾ സുവിശേഷങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. നാം പാടുന്ന പാട്ടുകൾക്കൊക്കെ അതേ സ്വരങ്ങളാണുള്ളത്, അതേ ആശയങ്ങളാണുള്ളത്, അതേ അർത്ഥങ്ങളാണുള്ളത്. ഇന്നത്തെ രാവിലെ നമ്മുടെ സെഷൻ്റെ 3-ാമത്തെ ക്ലാസ്സാണ് ആരംഭിക്കുന്നത്. പ്രിയ ദൈവദാസനെ നാട്ടിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രിയപ്പെട്ടവനിലൂടെ ദൈവത്തെ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷ നമ്മുടെ ഇടയിൽ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ നിയോഗിച്ചയച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് പറഞ്ഞതുപോലെ സുവിശേഷങ്ങളിൽ യേശു കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് വീണ്ടും തന്നിലൂടെ ഇന്ന് കേൾക്കുവാനിടയാകട്ടെ. രാവിലെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മുടെ സഹോദരന്മാർ പാട്ടിലൂടെ നമ്മെ ദൈവത്തെ സ്തുതിപ്പാൻ, നമ്മെ ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മെ അതിനായിട്ട് ഒരുക്കും. സഹോദരന്മാർ പാട്ടിലൂടെ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിക്കും. നാം ഒരുമിച്ച് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനുശേഷം പ്രിയ ബ്രദർ വന്ന് ദൈവവചനം ശുശ്രൂഷിക്കും. പ്രിയ സഹോദരൻ തന്നെ പ്രാർത്ഥിച്ച് ഈ 3-ാമത്തെ സെഷൻ അവസാനിക്കും. സഹോദരന്മാരെ ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കും. ഗുഡ് മോർണിംഗ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് സോങ് ബുക്കിലെ 3-ാമത്തെ പാട്ട്, സ്തുതിഗീതങ്ങൾ ആലപിക്കും തിരുനാമ മഹത്വത്തിനായി. നമുക്ക് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടാം. ദിനം തോറും നീ ദാനങ്ങളാൽ നിറയ്ക്കണമേ ഞങ്ങളെ, നീ തിരുഹിതം അതുപോൽ നടന്നിടുവാനായി കനിവേകിടണമേ നിന്റെ കാരുണ്യത്താൽ. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട്, നമുക്ക് ഇന്ന് കേൾക്കുവാനുള്ള വചനത്തെ ഓർത്തുകൊണ്ട്, നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളെ ഓർത്തുകൊണ്ട്
ദൈവത്തിന് വേണ്ടി മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ അധികമായിട്ട് മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. നമുക്ക് ഒന്നിച്ച് ചേർന്ന് മൂന്നാമത്തെ പാട്ട് പാടാം. സോങ് നമ്പർ 3 ഓൺ ദ സോങ് ബുക്ക്, സ്തുതി ഗീതങ്ങൾ ആലപിക്കും. യേശുവേ രക്ഷകാ, നിന്റെ നാമം ഞങ്ങൾക്കാശ്രയം. യേശുവേ രക്ഷകാ, നിന്റെ നാമം ഞങ്ങൾക്കാശ്രയം. തിരുഗീതങ്ങളാലപിക്കും തിരുനാമമഹത്വത്തിനായി. സ്തുതിഗീതങ്ങളാലപിക്കും തിരുനാമമഹത്വത്തിനായി. ദിനം തോറും നിന്ദാനങ്ങളായി നിറയ്ക്കണമേ ഞങ്ങളെ നീ. ദിനം തോറും നിന്ദാനങ്ങളായി നിറയ്ക്കണമേ ഞങ്ങളെ നീ. തിരുഹിതമതുപോൽ നടന്നിടുവാനായി കനിവേകിടണേ നിന്റെ കാരുണ്യത്താൽ. തിരുഹിതമതുപോൽ നടന്നിടുവാനായി കനിവേകിടണേ നിന്റെ കാരുണ്യത്താൽ. സ്തുതിഗീതങ്ങളാലപിക്കും തിരുനാമമഹത്വത്തിനായി. സ്തുതിഗീതങ്ങളാലപിക്കും തിരുനാമമഹത്വത്തിനായി. യേശുവേ രക്ഷകാ, നിന്റെ നാമം ഞങ്ങൾക്കാശ്രയം. യേശുവേ രക്ഷകാ, നിന്റെ നാമം ഞങ്ങൾക്കാശ്രയം. സ്തുതിഗീതങ്ങളാലപിക്കും തിരുനാമമഹത്വത്തിനായി. അഴലേറുമി ജീവിതത്തിൽ പ്രതികൂലങ്ങളേറിടുമ്പോൾ. അഴലേറുമി ജീവിതത്തിൽ പ്രതികൂലങ്ങളേറിടുമ്പോൾ. വഴി കാട്ടിടണേ, തുണ ചെയ്യണമേ, കനിവോടടിയങ്ങളെ കാത്തിടണേ. വഴി കാട്ടിടണേ, തുണ ചെയ്യണമേ, കനിവോടടിയങ്ങളെ കാത്തിടണേ. സ്തുതിഗീതങ്ങളാലപിക്കും തിരുനാമമഹത്വത്തിനായി. സ്തുതിഗീതങ്ങളാലപിക്കും തിരുനാമമഹത്വത്തിനായി. യേശുവേ രക്ഷകാ, നിന്റെ നാമം ഞങ്ങൾക്കാശ്രയം. യേശുവേ രക്ഷകാ, നിന്റെ നാമം ഞങ്ങൾക്കാശ്രയം. സ്തുതിഗീതങ്ങളാലപിക്കും തിരുനാമമഹത്വത്തിനായി. സ്തുതിഗീതങ്ങളാലപിക്കും
Next we will sing song number 7. ഈ പാട്ട് അറിയാവുന്നവർ എത്ര പേരുണ്ട്? എല്ലാവർക്കും അറിയാമോ ഈ പാട്ട്? പഴയ പാട്ടല്ല, ഇത് അത്ര പഴക്കമില്ല എങ്കിലും നോട്ട് ടു ഓൾഡ്. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ എന്നുള്ള ഗാനം നമുക്ക് അറിയത്തില്ലെങ്കിൽ ആദ്യമേ നമുക്ക് പാട്ട് കേട്ടിട്ട് നമുക്ക് ഒന്നിച്ച് പാടണം. ഐ വോണ്ട് ടു ഹിയർ ദിസ് ടൈം ഫ്രം യു ഓൾ. Sing with us. നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. എല്ലാവരും ചേർന്ന് പാടാം. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ചേർന്ന് പാടാം. നീ എന്നെ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ,
കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഹൃദയമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഹൃദയമെന്തുള്ളൂ. എൻ്റെ ദാസൻ പ്രിയ റോയ് മാത്യു അങ്ങളെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയ ദൈവദാസനിലൂടെ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കട്ടെ. സഹോദരൻ റോയ് മാത്യു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ മഹത്വമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് ദിവസത്തിൽ ആവശ്യമായ ആലോചന നൽകി എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം. ഇന്നും നമുക്ക് ആവശ്യമായി നൽകുവാൻ കർത്താവ് പ്രാപ്തനാണ്. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. പുതുതായിട്ട് വന്ന പല പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ ആ വിഷയത്തിൽ ലഭിച്ച പ്രകാശം ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവിടെ ആക്കി തീർത്തു. ഞാനിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ സുവിശേഷങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഈ വാക്യം വായിച്ചപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഈ ബോർഡിൽ പറഞ്ഞിരിക്കുന്ന വാക്യമല്ല ഞാൻ വായിച്ചത് എന്നുള്ള ആ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ ഇത് 3-ാമത്തെ സെഷനാണെങ്കിലും ഞാൻ ആദ്യത്തെ 2 സെഷനുകളിൽ പറഞ്ഞ കാര്യം, ആ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ആ പ്രകാശം 2 സെഷനിലായിട്ട് പറയത്തക്ക നിലയിൽ എനിക്ക് ഇടയായിട്ട് തീർന്നു. അത് ചിലർക്കെങ്കിലും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ എല്ലാ വേദഭാഗത്തിൻ്റെ മേലും നമുക്ക് ഒരുപോലെ പ്രകാശം ലഭിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അല്പം പുറമോട്ട് പോകുന്നത്. ഇന്ത്യൻ റെയിൽവേ പോലെ അല്പം ലേറ്റായിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇന്നലെ ലഭിച്ച പ്രകാശത്തിന് അത്രയും പറയാൻ എനിക്ക് കഴിയുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം എന്നാണ് ഞാൻ ഓർപ്പിച്ചതിൻ്റെ കാര്യം. ഈ സെഷനിൽ 2-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഓർപ്പിക്കുക കൂടെ ചെയ്തിട്ട് നാം 3-ാമത്തെ സെഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് നാം ഇന്നലെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിച്ചത്. കർത്താവ് അവരെ രക്ഷയ്ക്കായിട്ട് വിളിച്ച കാര്യം നാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് വളരെ ശ്രദ്ധയോടെ കേട്ടു.
ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള യോഹന്നാൻ്റെ പ്രസംഗം കേട്ട് കർത്താവിനെ അനുഗമിക്കാനായിട്ട് തുടങ്ങി ആളുകളോട് കർത്താവ് പറഞ്ഞ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കർത്താവിനെ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 വാക്കുകളോട് ചേർത്താണ് നാം ആദ്യ ഭാഗം ശ്രദ്ധിച്ചത്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇന്നലെ രാത്രി നമ്മൾ ഓർപ്പിച്ചത് പോലെ, നാം ഓർത്തതുപോലെ അതെല്ലാ വിശ്വാസികളോടുമുള്ള ചില വാക്കുകളായിട്ട് അതിരിക്കുന്നു. അത് സുവിശേഷത്തിൻ്റെ സന്ദേശം ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്ന കാര്യം, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ ആക്കി തീർക്കും എന്ന് പറഞ്ഞ കാര്യം, അത് രക്ഷയോടുള്ള ബന്ധത്തിലല്ല. നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ, നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നാൽ ഞാൻ നിങ്ങളെ രക്ഷിക്കപ്പെടുത്തുമെന്നല്ല ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ആ കാര്യം വളരെ വളരെ ശക്തമായിട്ട് നമുക്ക് തിരുവെഴുത്തിൽ നിന്നുള്ള പ്രകാശത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിച്ചു. കർത്താവ് ഇന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യവും യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പ്രത്യക്ഷപ്പെട്ട കാര്യവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതിങ്ങനെ നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച കാര്യം യഹൂദ നാട്ടിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്, അല്ലേ? ദേവാലയത്തിൻ്റെ കാര്യവും ദേവാലയത്തിൽ പോയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം യെരുശലേമിലോ ഗലീലയിലോ വെച്ച് യെരുശലേമിലോ യഹൂദയിലോ വെച്ച് സംഭവിച്ചത് അല്ല, പിന്നെ ഗലീല കടൽപ്പുറത്ത് എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ നിന്ന് വളരെ അകന്ന്, പട്ടണത്തിൽ നിന്നൊക്കെ വളരെ അകന്ന് അവർ ഗലീല കടൽപ്പുറത്ത് ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് നമുക്ക് ആ വാക്കുകൾ വായിക്കാനായിട്ട് കഴിഞ്ഞത്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച കാര്യം പറഞ്ഞാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വാക്കുകൾ അവതരിപ്പിക്കുന്നത് എന്നും നമുക്ക് വളരെ ശ്രദ്ധയോടെ ഓർക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 16-ാമത്തെ വാക്യം, പ്രവാചകൻ മശിഹായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, മശിഹ വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയായിക്കൊണ്ടാണ് കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചതെന്ന് ആ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ പറഞ്ഞാണ് അവിടെ ഇരിക്കുന്നത്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്മൾ വായിക്കുന്നത് മരണത്തിൻ്റെ താഴ്വരയിൽ ഇരുന്നവർ അവർക്ക് പ്രകാശം, ജീവൻ ഉദിച്ച കാര്യം എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ എല്ലാ പ്രവാചകന്മാരുടെയും പ്രതീക്ഷയായ എല്ലാ പ്രവാചകന്മാരും ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ ആ പ്രവാചകന്മാരുടെ സന്ദേശത്തിൻ്റെ ആകത്തുകയായിട്ട് യേശു കർത്താവ് രംഗപ്രവേശനം ചെയ്യുന്നത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. വലിയൊരു പ്രകാശമായിട്ട് ലോകം ഇരുട്ടിൽ കഴിയുമ്പോൾ അവർക്ക് അത്ഭുത പ്രകാശമായിട്ട് വന്ന കാര്യമാണ് നമുക്ക് ഈ വേദഭാഗത്ത് ഓർപ്പിക്കുന്നത്. 17-ാമത്തെ വാക്യം ശ്രദ്ധേയമാണ്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് നമ്മുടെ കർത്താവ് വന്ന ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ആദ്യം ചെയ്ത കാര്യം ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞതുപോലെ വന്നു എന്ന് മാത്രമല്ല, കർത്താവ് അവിടെ ആദ്യം ചെയ്ത കാര്യം വളരെ ശ്രദ്ധേയമാണ്. അന്നു മുതൽ, അല്ലേ? ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. അന്നു മുതൽ, രംഗപ്രവേശനം ചെയ്ത ആ ദിവസം മുതൽ കർത്താവ് ഉപദേശിച്ചു തുടങ്ങി. കർത്താവ് വചനം പ്രസംഗിച്ചു. മശിഹ വന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. കർത്താവ് വന്നത് ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കാനായിട്ട് വന്നു എന്നുള്ള ആ കാര്യം. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചു? അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു. ആ വാക്കുകൾക്ക് വളരെ ശ്രദ്ധേയമായ ഒരർത്ഥമുണ്ട്. ഇന്ന് നാം പറയുന്നത് പോലെയുള്ള വാക്കുകളല്ല, ഇന്ന് പറയുന്ന സുവിശേഷം അല്ല അന്ന് കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത്.
ഇന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുമെങ്കിൽ തന്നെയും കർത്താവ് വന്ന് പ്രസംഗിച്ചത് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ വന്ന് പറഞ്ഞ കാര്യം, മശിഹ വരും, ആ മശിഹ രാജാവായിട്ട് വരും, ആ രാജാവ് തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കും, രാജാവായിട്ട് ലോകത്തെ ഭരിക്കും എന്ന് പറഞ്ഞ ആ പ്രവചന വാക്കുകളാണ് കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ മത്തായിയുടെ സുവിശേഷം രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളല്ലേ? രാജാവിൻ്റെ സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. അങ്ങനെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ വാക്കുകളാൽ നിയോഗിക്കപ്പെട്ടവനായിട്ട് വന്ന് രാജാവ് തന്നെ ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിട്ട് ഇരിക്കുന്നു എന്ന് നമുക്ക് ഓർക്കാം. ആ പ്രസംഗത്തിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷമല്ല. ദ ഗോസ്പൽ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, കൃപയുടെ സുവിശേഷമല്ല കർത്താവ് പ്രസംഗിച്ചത് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. യഹൂദന്മാർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന, യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന ആ വലിയ ആ രാജ്യം, അതാണ് വന്ന് കർത്താവ് പ്രസംഗിച്ചത് എന്നും നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12 വരെയുള്ള അധ്യായങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പ്രസംഗിച്ചത്. ഇന്ന് രാവിലെ ധ്യാനത്തോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 5, 6, 7 എന്ന് പറഞ്ഞിരിക്കുന്നത് രാജാവിൻ്റെ പ്രകടന പത്രികയാണ്. രാജാവ് വരുമ്പോൾ, രാജ്യം സ്ഥാപിക്കുമ്പോൾ ആ രാജ്യത്തിലെ പ്രജകളും ആ രാജ്യത്തിൻ്റെ പ്രത്യേകതകളും പറഞ്ഞിരിക്കുന്നതാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 എന്നീ ഗിരിപ്രഭാഷണം എന്നും നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് ഓർക്കാനായിട്ടുള്ളത് രാജാവ് വന്നു. അതിപ്പോൾ പറയേണ്ടതല്ലെങ്കിൽ ഞാനങ്ങ് പറയുകയാണ്. രാജാവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാനായിട്ട് ജനത്തിന് സാധിച്ചില്ല. അവർ രാജാവിനെ തള്ളിപ്പറഞ്ഞു. പിന്നീടാണ് നമുക്ക് കൃപയുടെ സുവിശേഷത്തെക്കുറിച്ച് ഓർക്കാനായിട്ട് സാധിക്കും. ഇന്ന് ലോകമെങ്ങും പ്രസംഗിക്കപ്പെടുന്ന ആ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്ന് നമ്മെ ചേർത്തുകൊള്ളുന്ന ദിവസം വരെയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. From that day onwards, there will be a different gospel. That is what it means to be the gospel of the kingdom of our Lord. And that will be preached. And there will be 144,000 people always preaching. In the midst of ലോകത്തിലെ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ അവർ പ്രസംഗിക്കും. ആ പ്രസംഗത്തിൻ്റെ നിവൃത്തിയായിട്ട് കാലത്തിൻ്റെ തികവെങ്കിൽ, അത് കർത്താവിനെ കുറിച്ച് ഒന്നാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതിനൊത്തോണം കർത്താവ് വരും, രാജ്യം സ്ഥാപിക്കും. ആ പ്രത്യാശയെക്കുറിച്ചാണ്, അതിനോടുള്ള ബന്ധത്തിലാണ് ഓർക്കാനായിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് ആ വിഷയങ്ങളിലേക്ക് പോവുക എന്നുള്ളതല്ല. ഇവിടെ കർത്താവ് ഒരു പ്രത്യേക ഉത്തരവാദിത്വം തങ്ങളുടെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. ആ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത നിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് തീരുവാൻ നമുക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ മീൻപിടുത്തക്കാരായ സഹോദരന്മാരെ കാണും. വല മീൻ പിടിക്കുന്നവരെ കാണുന്നു, 2 സഹോദരന്മാരെ കാണുന്നു. പിന്നെയുള്ള അടുത്ത വാക്യങ്ങളിൽ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നവരെയും നമ്മൾ കാണുന്നു എന്ന് നാം ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോഴവർ രക്ഷിക്കപ്പെട്ടവരാണ്. കർത്താവിനെ നിങ്ങൾ വന്ന് കാണുവീനെന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ മുതൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടിട്ടില്ലെങ്കിൽ തന്നെയും കർത്താവിനോട് ഇരുന്ന് അവൻ്റെ മഹത്വം ദർശിക്കുവാൻ ഇടയായി തീർന്ന ആളുകളോടാണ്, ഇപ്പോൾ ശിഷ്യന്മാരോടാണ്, ആ 4 പേരോടാണെന്ന് പരിമിതമായിട്ട് പെടുത്തി നമുക്ക് പറയാം. എന്നെ അനുഗമിപ്പീൻ. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില സന്ദർഭങ്ങൾ നമ്മൾ വായിക്കും വളരെ വലിയ പ്രകാശം ലഭിക്കും. എനിക്ക് ലഭിച്ച ചെറിയ ചിന്തകൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ
ആ കാര്യങ്ങൾ. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത് മീൻ പിടുത്തവുമായിട്ട് നിങ്ങൾ പോയിട്ട് വല്ലപ്പോഴും എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടു പോവുക എന്നുള്ളതല്ല. ഇനി മുതൽ നിങ്ങൾ എപ്പോഴും ശാരീരികമായിട്ട് തന്നെ നിങ്ങൾ എന്നോടുകൂടെ എപ്പോഴും സമയം ചിലവഴിക്കണം എന്നുള്ള ആ കാര്യം. ഇനി മുതൽ നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കണം, ഞാൻ ചെയ്യുന്നതെല്ലാം കാണണം, എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കണം. ഇനിയും മുതൽ നിങ്ങൾ അനുകരിക്കുന്നതും നിങ്ങൾ പിന്തുടരുന്നതും മറ്റു പലതിനെയല്ല, എൻ്റെ വാക്കുകളെ ഞാൻ എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾക്കിടയാകത്തക്ക നിലയിൽ നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കണം എന്ന് പറയുന്നതാണ് ആ വാക്യത്തിൽ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. കർത്താവ് പറയാണ്, ഞാൻ രാജാവായിട്ട് വന്നിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം, നിങ്ങൾ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കണം, എൻ്റെ സ്വഭാവം പഠിക്കണം എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ടുള്ളത്. ഞാനെന്ന് പറഞ്ഞതിനർത്ഥം ഇവർ വളരെ കഴിവുള്ളവരാണ്. മീൻപിടുത്തം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, വളരെ കഴിവും ഈ കടലിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെ ശരീരത്തിൻ്റെ പ്രാപ്തിയും ബുദ്ധി വൈഭവവും, എന്നാലല്ലേ മീനെയൊക്കെ കിട്ടൂ. അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിലും അവരോട് കർത്താവ് പറയുകയാണ്, അതുകൊണ്ടൊന്നും നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടത്തില്ല. ലൗകികമായ വളരെ അറിവുണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. ലോകത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്ക് ധാരാളം പണം ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ അതിൽ വളരെ വിദഗ്ധരാണ്. പക്ഷേ അതൊക്കെ എന്നോടുകൂടെ ഞാൻ ചെയ്യാൻ പോകുന്ന വേലയിൽ നിങ്ങൾ സഹകരിക്കാൻ പോകുന്നെങ്കിൽ അത് പലതും നിങ്ങൾക്ക് തടസ്സമായിട്ട് തീരും. ഐ ഡോണ്ട് വാണ്ട് യു ടു ഡു ദാറ്റ്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, കർത്താവ് പറഞ്ഞതിൻ്റെ ആശയം, ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന പല അറിവുകളും നമ്മളുടെ പരിചയ സമ്പത്തും കർത്താവിൻ്റെ വേലയ്ക്കൊരു മുതൽക്കൂട്ടായിട്ട് തീരുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. കർത്താവ് പറഞ്ഞു, അങ്ങനെ പഠിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് ചെയ്യുന്നുള്ളതല്ല, നിങ്ങൾ അത് വിട്ട് എൻ്റെ അടുക്കൽ വരണം എന്നുള്ളത് ആണ്. ഈ മുക്കവന്മാർക്കൊക്കെ നമുക്കറിയാം, കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവരാ വന്ന് ആളുകളെയൊക്കെ രക്ഷിച്ചത്. ഭയങ്കര വാചാലതയാണ് അവർക്ക് കേട്ടോ. ഒരു കാര്യങ്ങളെ പറഞ്ഞു, നിങ്ങളുടെ വാചാലതയോ പിന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മിടുക്കോ നിങ്ങളുടെ വ്യക്തിപ്രഭാവങ്ങളോ ഒന്നും പിന്നെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ആ വാക്ചാതുര്യമുണ്ടല്ലോ, അതൊക്കെയാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സുവിശേഷ വേലയിൽ ആളിനെ വളരെ ഫലമുള്ളതാക്കിയത്. നന്നായിട്ട് വാചകം പറയാൻ കഴിവുണ്ടെങ്കിൽ ആൾ സുവിശേഷ വേല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയൊരു ആശയം ഞാൻ പറയുന്നു എന്ന് കരുതുന്നില്ല. വളരെ കർത്താവിൽ ആശ്രയിച്ച് പറയുന്ന വാക്കുകൾ കർത്താവ് അനുഗ്രഹമാക്കി തീർക്കട്ടെ. കർത്താവ് വളരെ വ്യക്തമായിട്ട് ശാസിക്കുകയാണ്, കുഞ്ഞുങ്ങളെ അതൊന്നും പ്രയോജനപ്പെടത്തില്ല. ഈ ലോകത്തിൻ്റെ അറിവോ ജ്ഞാനമോ കൊണ്ട് നിങ്ങൾ ആത്മാക്കളെ ഒന്നും നേടാനായിട്ട് പോവുകയില്ല. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ കൊണ്ട് ചെയ്തെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇന്ന് രാവിലെ കേട്ടതുപോലെ മനുഷ്യരുടെ മുമ്പാകെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ എന്നെ അനുഗമിപ്പീൻ, എന്നിൽ നിന്ന് പഠിപ്പീൻ, ഒരു ദൈവഭക്തനായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എങ്ങനെ എൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ പിതാവിൽ നിന്ന് കേട്ടനുസരിച്ച് ജീവിച്ച് പിതാവിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിർവഹിക്കുന്ന പോലെ നിങ്ങൾ എന്നോട് ചേർന്ന് ആ നിലവാരത്തിൽ ജീവിച്ചാൽ, നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വന്നത് ദൈവഭക്തിയുടെ മർമ്മമാണ്. നമ്മൾ 1 തെസ്സലോനിക്കൽ നമ്മൾ വായിക്കുന്നല്ലോ, താമസിച്ചു വന്നാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ നിങ്ങൾ നടക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. പിന്നെന്താ, പിന്നെ നമ്മൾ വായിക്കുന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് തുടങ്ങി ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വെളിപ്പെട്ടു വന്നു എന്ന് പറഞ്ഞാൽ, ദൈവഭക്തി എന്ന് പറഞ്ഞാൽ അത് വെള്ളിയാഴ്ച രാവിലെ ആൾ വിചാരിക്കുന്നത് മീൻ കഴിക്കാതിരിക്കുന്നതാണ്, വെള്ളയുടുപ്പ് മാത്രം ധരിക്കുന്നതാണ്, പിന്നെന്തുവാ ചിലർ വിചാരിക്കുന്ന ചില സമുദായങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കല്യാണം കഴിക്കാതിരിക്കുന്നതാണ്, പിന്നെ ചില ആനിലകളിലൊക്കെ. എന്നാൽ കർത്താവിൻ്റെ ദൈവം പറഞ്ഞ് അതൊന്നുമല്ല വാസ്തവത്തിൽ എന്നുള്ളത്. ദൈവഭക്തിയുടെ ആ എസൻസ്, അതിൻ്റെ സീക്രട്ട്, ഇറ്റ്സ് എ പേഴ്സൺ. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു.
നമ്മുടെ കർത്താവിനെക്കുറിച്ച് പല പ്രാവശ്യം ദൈവഭക്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അടുത്ത വാക്യം എന്താണെന്നറിയാമോ? ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. ഒരാൾ എങ്ങനെയാണ് ഭയഭക്തിയോടെ ജീവിക്കുന്നത് എന്നുള്ളതിന് ദ ക്ലാസിക്കൽ എക്സാമ്പിൾ ഇസ് നോബഡി എൽസ്, ഇറ്റ് ഈസ് ദ ലോർഡ്. പിതാവിൻ്റെ ഇഷ്ടം മാത്രം, പിതാവിനോട് ചോദിക്കാതെ, ഒരു കാര്യങ്ങളും ചെയ്യാതെ കർത്താവ് ജീവിച്ചു. ആ കാര്യമാണ് യഥാർത്ഥത്തിൽ ആ ദൈവഭക്തിയെ വെളിപ്പെടുത്തുന്നത്. എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞാൽ ആ നിലയിലുള്ള ലേൺ സ്പിരിച്വാലിറ്റി ഫ്രം മീ എന്നുള്ള ആ കാര്യമാണ് കർത്താവ് പറഞ്ഞതെന്നും നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് ഓർക്കുവാനായിട്ട് സാധിക്കും. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ആ പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ആദ്യം കർത്താവ് രാജാവെന്നുള്ള നിലയിൽ ദൈവരാജ്യം, എന്നാൽ ഇവിടെ not only he is presenting himself as the heavenly king coming to rule, at the same time as I read, ഞാൻ ഈ വാക്യത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് എനിക്കറിഞ്ഞ കാര്യം, here comes the heavenly fisherman. നിങ്ങളങ്ങനെ ആ വാക്യത്തിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് സ്വർഗീയനായ മത്സ്യബന്ധനം നടത്തുന്ന, അല്ലെങ്കിൽ മത്സ്യബന്ധനമല്ല, മീനെ പിടിക്കുന്നവർ എന്നുള്ള ആ അർത്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിനെ അനുഗമിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്ത, അവിടെ കാണിച്ചു കൊടുത്ത ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിലേക്ക് വന്നത് നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു മീൻപിടുത്തക്കാരൻ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മീൻ എവിടെ ആയിരിക്കണമെന്നുള്ള. വലയിടാൻ പഠിച്ചാൽ പോരാ, you need to know where the fish swim, എവിടാണ് മത്സ്യങ്ങളുള്ളത് എന്ന് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയണം, അല്ലേ? മീൻപിടുത്തക്കാർ രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ടും ഒട്ടും കിട്ടാതിരുന്ന കാര്യം നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ കാര്യം, ഈ മീനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയണം. ഏതിരയൊക്കെ ഇട്ടാൽ, നിങ്ങൾ മീൻ പിടിക്കത്ത് അമേരിക്കയിലൊക്കെ പോയി ഇവിടെയുള്ളവരൊക്കെ മീനൊക്കെ പിടിക്കാൻ പോകുമല്ലോ, ഫിഷിങ്ങിനൊക്കെ പോകുമല്ലോ, അല്ലേ? അപ്പം മീനിന് പറ്റിയ ഇര എന്താണെന്ന് നോക്കി അത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, കർത്താവ് പറഞ്ഞ് എന്നെ അനുഗമിപ്പീൻ, നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും. മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ അത്ര ഈസി ജോബല്ല. ഓഫീസിലിരുന്ന് കസേരയുടെ പുറകിലിരുന്ന് ചെയ്യുന്ന പോലൊരു ജോലിയല്ല. ഇറ്റ്സ് എ വെരി ഹാർഡ് ജോബ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഈ തൊഴിലിൻ്റെ ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, അതിൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങളിൽ ഒക്കെ കടന്ന് വളരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ പ്രതിബന്ധങ്ങൾ, ആ ബുദ്ധിമുട്ടുകളൊക്കെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റി വച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം എന്നാണ് ആ വാക്യത്തിൽ ഉപയോഗിച്ചത്. അതെന്തോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയാൽ, ഞാൻ ആ വാക്യം ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. കാര്യം അത് ഏതൊരു കാര്യവും അതിൻ്റെ കോണ്ടെക്സ്റ്റിലാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ആ കാര്യം. കർത്താവ് വന്ന് പ്രസംഗിച്ചു എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുമ്പോൾ, കർത്താവ് ആ നാട്ടിൽ ഇരുട്ടിലിരുന്ന ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ദാഹിച്ചിരുന്ന, വളരെ പ്രയാസപ്പെട്ട, എങ്ങനെ ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ ഞങ്ങൾ ജീവിച്ച് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം നശിച്ചു പോകുമല്ലോ ദൈവമേ എന്നോർത്ത് ഭാരപ്പെട്ട ജനത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നാണ് കർത്താവ് ആ കാര്യം ചെയ്യുന്നത് എന്ന് ഓർക്കുന്നു. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുത്ത് അവിടെ കർത്താവ് കൊണ്ടുവരുന്ന കാര്യവുമാണ് നമ്മൾ അതിനു വേണ്ടി ഈ വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചാൽ അറിയാം, ഓരോ ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് കർത്താവ് യാത്ര ചെയ്യുക. നമ്മൾ ഈ കോൺഫറൻസിലൊക്കെ നല്ല കാറയിലൊക്കെയാണ് വന്നേ, അല്ലേ? നല്ല സുഭിക്ഷമായ നിലകളിലൊക്കെ. പക്ഷേ പണ്ട് എങ്ങനെയാണ് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളത് നമ്മൾ മറക്കാനായിട്ട് പാടില്ല. ഇവിടെ
എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടലിലൊക്കെ വളരെ വിദഗ്ധരാണ്, എന്നാൽ ആ കാര്യപരിപാടി ഇവിടെ സാധിക്കത്തില്ല. ഇവിടെ എന്നോടുകൂടെ ഞാൻ എങ്ങനെയാണ് ആളുകളെ നേടുന്നതെന്ന് നിങ്ങൾ കാണണം. അതിന് ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് എൻ്റെ പ്രവർത്തന രീതി നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുണ്ടല്ലോ, ഞാൻ അതിനുവേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിൽ ഇങ്ങനെ ഗ്രാമം തോറും ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ജീവിക്കുന്ന പട്ടിണിയോടുകൂടെ അല്ലേ. കർത്താവിൻ്റെ ശിഷ്യ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, അവർ വളരെ പട്ടിണി കൂടെയൊക്കെയാണ് കടന്നുപോയി. താമസിച്ചത് മോട്ടലിലാണോ? താമസിച്ചത് മനുഷ്യപുത്രന് തലചായ്പാൻ ഇടം. കം ആൻഡ് ലേൺ ദാറ്റ് ഫ്രം മീ. ജീവിതത്തിൻ്റെ സുഖങ്ങളെ വിട്ട്, സമ്പൽ സമൃദ്ധിയെ വിട്ട്, നിങ്ങളുടെ തൊഴിലിനെ വിട്ട്, നിങ്ങൾക്കുള്ള നന്മകളെയൊക്കെ വിട്ട് എൻ്റെ പിന്നാലെ വരണം എന്നാണ് കർത്താവ് ഈ വാക്യത്തിൽ പറഞ്ഞത്. നമുക്ക് ഓർക്കാം, അവർ വേഗത്തിൽ രണ്ടു കൂട്ടരും, മീൻ പിടിച്ചുകൊണ്ടിരുന്നവരും വല നന്നാക്കിക്കൊണ്ടിരുന്നവരും, അവരതെല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടിരിക്കുന്നു. അതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊക്കെ പോയാൽ, നിങ്ങൾ എന്നെ അനുഗമിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ അനുഗമിച്ചിട്ട് വേറൊരു തൊഴിലൂടെയൊക്കെ ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല. പിന്നെ എന്നെ അനുഗമിക്കുമ്പോൾ നിങ്ങൾ മറ്റ് പല കാര്യങ്ങൾ നിങ്ങളുടെ ഭൗമികമായ കാര്യങ്ങളിലൂടെ ചെയ്തിട്ട് അത് ചെയ്യണം എന്നും അല്ല. അവിടെ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഇതുണ്ട്. അവരുടെ പടക് വിട്ടു, അവരുടെ വല വിട്ടു, അവരുടെ സഹപ്രവർത്തകരെ വിട്ടു, അതൊക്കെ മനസ്സിലാക്കാം. പിന്നെ വേറൊന്നുകൂടെ ചെയ്തു, അപ്പനെയും വിട്ടു. ഞങ്ങൾ പിള്ളേരല്ലേ അപ്പൻ്റെ കാര്യമൊക്കെ നോക്കേണ്ടത് എന്ന് വിചാരിച്ച് അവർ പുറമോട്ടിരുന്നു. എൻ്റെ പിന്നാലെ വരുവീൻ എന്നുള്ള രാജകൽപ്പന അവരുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു തീർന്നപ്പോഴാണ് ആ കൽപ്പന അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും വിട്ട് ഉപേക്ഷിച്ച് യജമാനൻ്റെ പിന്നാലെ വരാൻ അവരെ പ്രാപ്തിപ്പെടുത്തി. ഇനിയും എങ്ങനെ ഞാൻ ജീവിക്കും, എൻ്റെ കാര്യങ്ങൾ ആര് നോക്കും, അപ്പൻ്റെ കാര്യം ആരൊക്കെ നോക്കും, അതൊന്നും ചിന്തിക്കണ്ട, നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞ വാക്കുകൾ അവരുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കി. അവരവരുടെ എല്ലാം ഉപേക്ഷിച്ചു. രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവരുടെ ആകുല ചിന്തകളെല്ലാം അവർ കർത്താവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട്. കർത്താവിൻ്റെ കർത്തൃത്വം, അവൻ്റെ മഹത്വം അല്ലേ. കൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വന്നു കാണുവീനെന്ന് പറഞ്ഞ് ആ മഹത്വം കണ്ടവരാണ് അവരിപ്പോൾ. ക്രിസ്തുവിനെ കേന്ദ്രീകരിതമായിട്ടുള്ള they entered into a different lifestyle in their life, a Christ-centered life. കർത്താവ് എന്തിനാ അവരെ വിളിച്ചതെന്ന് അറിയാമോ? കർത്താവ് വിളിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ you will be the promoter of all that I have come from heaven to do in this world. അതിനെ എൻ്റെ കാര്യപരിപാടിയെ പ്രോത്സാഹിപ്പിക്കുന്നവരും അത് ജീവിതത്തിൻ്റെ തൊഴിലായിട്ട്, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നേ ഉള്ളൂ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ട് നിങ്ങളിരിക്കും എന്നാണ് നമ്മുടെ കർത്താവ്. ഞാൻ ദൈവരാജ്യം പ്രസംഗിക്കുന്നു, നിങ്ങളും ആ ദൈവരാജ്യത്തിന് മുഖ്യസ്ഥാനം. മുമ്പേ അവൻ എൻ്റെ രാജ്യത്തിനും നീതിക്കും പ്രാധാന്യമുള്ളവരായിട്ട് ജീവിക്കും എന്നുള്ള ആ കാര്യം എന്ന് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓർത്തിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവഭരണമാണ്. ആ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അവരത് മനസ്സിലാക്കി, അത് മറ്റുള്ളവരോട് പറഞ്ഞു, അവരത് പ്രസംഗിച്ചു, മാനസാന്തരപ്പെട്ട് ഞങ്ങളെപ്പോലെ, ഞങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങളും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ കർത്താവിനും ദൈവത്തിനും ദൈവിക ഭരണത്തിനും അവൻ്റെ വഴികൾക്കും നിങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കണം എന്നാണ് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് ഓർക്കുവാനായിട്ടുള്ള കാര്യം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ.
അവരുടെ വല അവരുപേക്ഷിച്ചു, പടക് അവരുപേക്ഷിച്ചു. ഇപ്പം എന്താ ജോലി? മീൻപിടുത്തമല്ല, മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് തീർന്നു. ഞാൻ ചോദിക്കട്ടെ, ഏത് വല ഉപയോഗിച്ച ഈ മനുഷ്യനെ പിടിക്കുന്നേ? വലയെന്ന് പറഞ്ഞ് മുമ്പിലത്തെ കാര്യത്തുള്ളത്. വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ദാറ്റ് യു യൂസ് ടു ഗെറ്റ് പീപ്പിൾ? കർത്താവിൽ നിന്ന് അവിടെ എന്താ പഠിച്ച കാര്യം? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ നിങ്ങൾ എൻ്റെ കൂടെ ആയിരിക്കും, നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടുപിടിക്കണം. കർത്താവ് ആളുകളെ നേടാൻ എന്തൊക്കെ ഉപയോഗിച്ചേ? മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു, വാട്ട് വാസ് ദ നെറ്റ് ദറ്റ് ഹി വാസ് യൂസിങ്? ആൻഡ് മേക്ക് ഇറ്റ് സ്പെസിഫിക്. വാട്ട് ഈസ് ദ നെറ്റ് ആൻഡ് ദ തിങ്സ് ദറ്റ് വി യൂസ് ടു ഗെറ്റ് പീപ്പിൾ ടു ദ ലോർഡ്? The philosophy, the money that we have, the influence that you can use. Come follow me and you will know how to have, how you will become the fishers of men. ഞാൻ വളരെ ലളിതമായിട്ട് ആ വാക്യത്തിൽ നിന്ന് ഞാൻ ഗ്രഹിച്ച ഒരു കാര്യം, കർത്താവ് അവരോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാനും എൻ്റെ വചനവും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കർത്താവ് പറയും, എൻ്റെ വചനം അത് നിങ്ങൾ എന്നോട് ചേർന്നിരുന്ന് പഠിക്കണം. നിങ്ങൾ വചനത്താൽ നിറയപ്പെട്ടവരായിട്ട് തീരുമ്പോൾ നിങ്ങളും പോയി എൻ്റെ ബലത്താലും എൻ്റെ വചനത്താലും നിങ്ങൾ ആത്മാക്കളെ ആകർഷിക്കുന്നവരായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് അവനിൽ നിന്ന് പഠിച്ച് അവനോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നവർക്കും അവൻ്റെ വചനത്താൽ നിറയപ്പെട്ടവർക്കും മാത്രമേ ആത്മാക്കളെ നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാറ്റ് ഈസ് ദ നെറ്റ് ദറ്റ് വി യൂസ് ടു ഗെറ്റ് പീപ്പിൾ. I don't know how long I am going to speak, but from this passage, that is what I understand. It is not, the Lord is saying, the purpose of your life is not that how much money that you have. I provide all those needs, but I want you to come. You think it's because of the job that you are sustained here? I want people just looking at me. Will you hear that voice this morning? കർത്താവേ, ഹിയർ ഐ ആം. പണ്ടത്തെ ഒരു ചരിത്രം നമ്മൾ പഠിക്കുകയല്ല. ദാറ്റ്സ് ഗുഡ്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ച കാര്യം നമ്മൾ പഠിക്കുകയല്ല. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിപ്പീൻ. കം, ഐ വാണ്ട് യു. ജസ്റ്റ് ലുക്ക് അറ്റ് മീ. കോൺസെൻട്രേറ്റ് അപ്പോൺ മീ. ഡു യു സേ that I am such and such person? Do you really mean what you say? Come follow me. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും വെച്ചു. വാസ്തവത്തിൽ കർത്താവ് അതാണ് പറഞ്ഞതെന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആളിൻ്റെ വല എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആവർത്തിക്ക് പിന്നെയും പറഞ്ഞൊന്നും വിചാരിക്കണ്ട, അതവരുടെ കഴിവല്ല. ഇറ്റ്സ് നത്തിങ് ഓഫ് ദംസെൽസ്. ആളിൻ്റെ യാതൊരു മിടുക്കോ പ്രാപ്തിയോ അല്ല. പിന്നെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വം. ആ വിത്ത് വിതയ്ക്കുന്നവനാണ്. ആ വിത്തുമായിട്ട് പോകുന്നു. കർത്താവിനോടുള്ള ആ പ്രതിബദ്ധത, ആ കർത്താവിൻ്റെ ശക്തി, കർത്താവിനോട് ചേർന്ന് അവൻ്റെ സഹപ്രവർത്തകരായിട്ട് ഇരിക്കുന്ന, കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായിട്ട് അവൻ പറയുന്നത് അതുപോലെ ചെയ്യുന്ന ആളുകൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതാണ് ഇന്ന് രാവിലെ ഈ വാക്യത്തിൽ കൂടി കർത്താവ് നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ കർത്താവ് അങ്ങനെയുള്ള ആളുകളുടെ അടുക്കിലേക്ക് പോകുന്നു. ഭൂതഗ്രസ്തർ, പല പ്രയാസങ്ങളുള്ളവർ, മാനുഷികമായിട്ട് ചെയ്യാൻ അസാധ്യമായ കാര്യങ്ങൾ ദൈവപുത്രൻ ചെയ്യുന്നു. അത് ശിഷ്യന്മാർ കണ്ടു. അവർ ആ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിച്ചു. കർത്താവ് അവരെ നിയമിച്ചു, അവരാ കാര്യം ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് ഇരിക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ. നമുക്കൊരു ജോലിയുള്ളൂ കേട്ടോ.
ഇറ്റ് ഈസ് വെരി സിമ്പിൾ ദിസ് മോർണിംഗ്. നാം കർത്താവ് പറയും, നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ, ബാക്കിയുള്ളതെല്ലാം എൻ്റെ ജോലിയാണ്. ബാക്കി എന്താ കർത്താവ് പറഞ്ഞേ? ഞാൻ നിങ്ങളെ ആക്കി തീർക്കും. ഫോളോ മീ, ഐ വിൽ മേക്ക് യു. ലെറ്റ് മീ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. വാട്ട് യു വാണ്ട് ടു ഡു വിത്ത് യുവർ ലൈഫ് ദിസ് മോർണിംഗ്? I can make you. നിന്റെ ജീവിതത്തെ ആക്കി തീർക്കാനായിട്ട് സാധിക്കും. വരിക എന്ന് പറഞ്ഞപ്പോൾ അവർ വന്നു. അവർ കർത്താവിൽ ആശ്രയിച്ചു. പിന്നീട് വീട്ടിൽ പോയിട്ട് ഭാര്യയോടൊക്കെ ചോദിച്ചിട്ട് വരാം എന്നല്ല പറഞ്ഞത്. അവരാരും അങ്ങനെ ചെയ്തില്ല. അങ്ങനെ തന്നെ ആരോടും ചോദിക്കാതെ ചെയ്യണമെന്ന് ഇവിടെ വാക്യത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ മാതൃകയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ അതുതന്നെയാണ് എന്നുള്ളത് ഓർക്കാനായിട്ട് സാധിക്കും. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും കർത്താവിൻ്റെ സാന്നിധ്യത്താലും ബലത്താലും അസാധ്യമായ കാര്യങ്ങളെ ചെയ്യുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടിരിക്കുന്നു. വാസ്തവത്തിൽ നമുക്കും അത് ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. നമുക്ക് മൂന്നാമത്തെ സെഷനിലേക്ക് വന്ന് അല്പം ചില കാര്യങ്ങളുടെ ആ കാര്യത്തേക്ക് ചിന്തിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നാം മൂന്നാമതായിട്ട് ചിന്തിക്കണം എന്ന് ഈ കോൺഫറൻസ് മുഖാന്തരം ആഗ്രഹിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കും എന്ന് പറഞ്ഞപ്പോൾ അവരത് പടകും വലയും പിതാവിനെയും അവരുടെ കൂലിപ്പണിക്കാരെയും ഒക്കെ വിട്ട് ആ സമ്പന്നരായ ആളുകൾ മുന്നോട്ടിറങ്ങിയ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നു. ദൈവാത്മാവ് ആവശ്യമായ പ്രകാശം ആ വാക്യത്തിൽ നിന്ന് നമുക്ക് നൽകട്ടെ. അവൻ തന്നോടു കൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. വ്യക്തികളായിട്ട് വിളിച്ചു, അവരെ ആകർഷിച്ചു. വിളി കേട്ടു, അവർ മുന്നോട്ട് വന്നു. അവർ കർത്താവിനോട് ദിവസങ്ങളും നാളുകളും കഴിച്ചു. ഇപ്പോൾ കർത്താവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ അവരെ നിയമിച്ചു. വാക്കുകൾ കേട്ട് കർത്താവിൻ്റെ അടുക്കൽ വന്നവർക്ക് കൊടുത്ത നിയോഗത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ആ വാക്യത്തിൽ നിയമനം 3 തലത്തിൽ എന്ന് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കും എന്ന് കഴിയുന്നു. ഒന്നാമത്തെ കാര്യം, അവൻ തന്നോടു കൂടെ ഇരിപ്പാൻ അവരെ നിയമിച്ചു. 2, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ അവൻ അവരെ നിയമിച്ചു. പിന്നെ ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. നമ്മുടെ കർത്താവ് അവരെ നിയോഗിച്ചയച്ച കാര്യമാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ട് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം അവർക്ക് ലഭിച്ചു, അതിനായിട്ട് അവരെ നിയമിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച പ്രത്യേകമായ ഒരു നിയോഗമാണ്. അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേക അപ്പോസ്തലന്മാരാണെന്ന് ലോകം മുഴുവനും അറിയുവാൻ തക്കവണ്ണം അവർക്ക് പ്രത്യേക അധികാരം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2, അവർ പ്രസംഗിക്കുന്ന വചനം മനുഷ്യർ സാധാരണ പറയുന്ന വാക്കുകളല്ല, അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമാണെന്ന് ജനം അറിയാനായിട്ട് അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ദൈവം അവരുടെ വാക്കുകളെ ഉറപ്പിച്ചു. മാത്രമല്ല, പിന്നെ അവർ പ്രസംഗിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായ കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഉള്ള അധികാരപത്രം കൂടാണ് അവർ ചെയ്ത അത്ഭുത പ്രവർത്തികൾ എന്ന് ഓർക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് അതിൻ്റെ ആവശ്യം നമുക്കില്ല. അന്ന് കർത്താവ് വന്ന് ആ വചനം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ എഴുതപ്പെട്ട ഒരു പുസ്തകം അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഇന്ന് ആ എഴുതപ്പെട്ട പുസ്തകം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, യേശു കർത്താവ് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. തൻ്റെ പുനരുത്ഥാനത്താൽ താൻ മുഖാന്തരം നടക്കുന്ന അത്ഭുത ഫലത്താൽ അതിൻ്റെ സാക്ഷികളാണ് നമ്മളെല്ലാവരും, അല്ലേ?
യേശു കർത്താവ് ദൈവപുത്രനാണ്, ദൈവത്തിൻ്റെ വചനം അത്ഭുതകരമാണെന്നുള്ളതിൻ്റെ സാക്ഷ്യപത്രമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഇന്നതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ ഒരു വാക്കിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കർത്താവ് പറഞ്ഞ മറ്റു 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ ആക്കി തീർക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തന്നോട് കൂടെ ഇരിക്കുക, തൻ്റെ കൂട്ടാളികളായിട്ടിരിക്കുക, തന്നിൽ നിന്ന് ഗ്രഹിക്കുക എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിച്ചല്ലോ. കർത്താവ് തെളിയിച്ച കാര്യങ്ങളെ തെളിയിച്ചു കൊടുത്ത് ആളുകൾ ജീവിക്കും. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ അധികം സമയമെടുക്കാതെ ഈ വാക്യത്തിൽ നിന്ന് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം, അതിൻ്റെ മുമ്പിലും അതിൻ്റെ പുറകിലുമുള്ള വാക്കുകൾ വായിക്കണം, നിങ്ങൾ അവിടെ ഇരുന്ന് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. യു ലേൺ എ വേഴ്സ് ഓൾവേസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് when it is made clear. എന്തുകൊണ്ടാണ് കർത്താവ് ഈ ശിഷ്യന്മാർ തന്നോട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞതെന്ന് ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ആ കാര്യത്തിലൊരു പ്രകാശം ലഭിച്ചു. അത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്കൊന്ന് തിരിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിലൂടെയാണല്ലോ ഇവിടെ വന്നത്. 2 ഭാഗത്തും ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കുറച്ചുകൂടെ വിശദമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് മത്തായി എന്ന അപ്പോസ്തലൻ മുന്നോട്ട് വന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. സകലവും വിട്ട്, തൻ്റെ തൊഴിലൊക്കെ വിട്ട് കർത്താവിനെ അനുഗമിച്ച കാര്യം, വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കി. പിന്നീടുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ചോദ്യങ്ങൾ, പ്രശ്നങ്ങളാണ്. എന്തിന് നിൻ്റെ ശിഷ്യന്മാർ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച ആ കാര്യം. അതിൻ്റെ 30-ാമത്തെ വാക്യം, പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ കർത്താവിനോട് നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കാണുന്നു. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം, ശിഷ്യന്മാർ ഭക്ഷിക്കാനൊന്നുമില്ലാതെ വഴിയിൽ കൂടെ നടന്നപ്പോൾ അവിടെ തടഞ്ഞു നിർത്തി അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിൻ്റെ ശിഷ്യന്മാരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ആ കാര്യങ്ങൾ. അരുതാത്ത കാര്യങ്ങളൊക്കെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? അതിനൊക്കെ കർത്താവ് കൊടുത്ത ഉത്തരങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമായിട്ട് ഇരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാക്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിച്ചാൽ അനേക പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്തതെന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അതുപോലെയാണ് മർക്കോസിൻ്റെ സുവിശേഷവും 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അല്പം ചില വാക്കുകളിലൂടെ നമുക്കൊന്ന് വായിക്കുന്നതായിരിക്കും. 3-ന്റെ 5-ാമത്തെ വാക്യം, എന്ന് പറഞ്ഞാൽ, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. അത്ര പെട്ടതൊക്കെ സാധിക്കാവുന്നതല്ല. കർത്താവ് അനുഭവിച്ച പ്രശ്നങ്ങൾ, രാജാവ് എന്നുള്ളത് രാജ്യം സ്ഥാപിക്കാനായിട്ട് വന്നപ്പോൾ കർത്താവിനോട് എന്തിനും എതിരായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ. 3-ാം അധ്യായത്തിൻ്റെ തൊട്ട് ഉള്ള ഭാഗത്ത് നമ്മൾ വായിക്കേണ്ടത്, കർത്താവ് ദേവാലയത്തിൽ പോയി അല്ലേ, മീനെ പിടിക്കുന്ന കാര്യത്തെക്കുറിച്ചാണുമ്പോൾ ആവശ്യക്കാരുടെ അടുക്കിലേക്ക് പോയ കാര്യം, പള്ളിയിൽ ചെന്ന് അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇവരെപ്പോഴും ആളുകൾ ശ്രദ്ധിച്ചിരുന്ന കർത്താവ് എന്ത് ചെയ്യും എന്ന് നോക്കി കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ആ കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ശബത്ത് ദിവസത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുമോ എന്ന് അവർ നോക്കിക്കൊണ്ടിരുന്നു. നമ്മളിപ്പോൾ വായിച്ച വാക്യം, അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം എന്ന് പറഞ്ഞാൽ തന്നെ കേൾക്കുന്ന ആളുകൾ നല്ലൊരു പങ്കും ഹൃദയത്തെ കാഠിന്യമാക്കിക്കൊണ്ട് കർത്താവ് പറയുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാതെ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ കർത്താവിനെ, അതിൻ്റെ 3-ാം അധ്യായമാണല്ലോ നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ 21-ാമത്തെ വാക്യം, അവൻ്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമം ഉണ്ട് എന്ന് പറഞ്ഞു. 22-ാമത്തെ വാക്യം, യെരുശലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും
അവന് ബെയൽസബൂലുണ്ട്, ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. 30-ാമത്തെ വാക്യം, അവന് ഒരു അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ അനേക തരത്തിലുള്ള പൈശാചിക എതിർപ്പുകളുടെ നടുവിലാണ് കർത്താവും തൻ്റെ ശിഷ്യന്മാരോട് കൂടെ വേല ചെയ്തത്. എന്തിനായിട്ടായിരിക്കും കർത്താവ് തന്നോട് കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞത്? അല്പനാളുകൾക്കുള്ളിൽ കർത്താവ് പോകും. എന്നാൽ ശിഷ്യന്മാരെ, നിങ്ങളും ഇങ്ങനെയുള്ള അനേക പ്രയാസങ്ങളുടെ നടുവിൽ കൂടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അനേക എതിർപ്പുകൾ, കുറ്റം കണ്ടുപിടിക്കാനുള്ള ആ പ്രവണത, പിന്നെ ഹൃദയകാഠിന്യം, ഇതിൻ്റെയൊക്കെ നടുവിൽ കർത്താവ് എങ്ങനെ അത്ഭുതകരമായ നിലയിൽ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു എന്നുള്ളത് ഈ ശിഷ്യന്മാരിങ്ങനെ നോക്കി കണ്ടത് കൊണ്ടാണ് പിന്നെയുള്ള പെന്തക്കോസ്ത് നാളിന് ശേഷമുള്ള ദിവസങ്ങളിലൊക്കെ വളരെ അത്ഭുതകരമായ നിലയിൽ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് അവർക്ക് ഇടയായി തീർന്നത് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഇപ്പോഴേ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അധികം ദീർഘിപ്പിക്കാതെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇന്ന് രാവിലെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലൊരു പങ്ക്. എത്രമാത്രം കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ ചെയ്യുമോ ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളേ ഉള്ളൂ. തെറ്റിദ്ധാരണകൾ, പൈശാചികമായ എതിർപ്പുകൾ, വളരെ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് നിരാശപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത, മാതൃക കാണിച്ചു കൊടുത്ത കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവരവർ കർത്താവിനെ വളരെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വാക്യത്തിൽ പറഞ്ഞ് ഞാനിപ്പോഴിവിടെ അവസാനിപ്പിക്കാം. ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഈ പ്രശ്നങ്ങളുടെ വലിയ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, വേറിട്ട് മലയിൽ പോയി പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ രാത്രി മുഴുവൻ സമയം ചെലവഴിച്ചു. ഹോപ്പ് യു ഫോളോ ദ വേ ഐ എക്സ്പ്ലെയിൻ. രാവിലെ പ്രയാസങ്ങൾ കൂടാന്ന് കടന്നു പോകുന്നത്, വളരെ ചിലപ്പം വിചാരിക്കും അധികം ഇനിയും പ്രാർത്ഥിക്കും തോറും പ്രശ്നങ്ങളെന്ന്. അങ്ങനെ തോന്നുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ കർത്താവ് ആ പ്രയാസങ്ങൾ, എതിർപ്പ്, തൻ്റെ വാക്കുകളെല്ലാം കൂട്ടിക്കളയുന്നവർ, ഹൃദയകാഠിന്യം, ഇവൻ ബെയൽസബൂലിനെ കൊണ്ടത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ്, പൈശാചിക ശക്തികളാണ് ഇവൻ വ്യാപരിക്കുന്നതൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം പിതാവിനോട് പറഞ്ഞ് രാത്രി മുഴുവൻ പിതാവിൽ നിന്ന് കേട്ട് ശക്തി പ്രാപിച്ച് പിതാവിൻ്റെ ആലോചന കേട്ട് കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവ്. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് ഈ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ 12 പേരെ തിരഞ്ഞെടുത്തത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ വളരെ വിദഗ്ധരാണ്, സ്വന്തമായിട്ട് ബിസിനസ്സും കമ്പനിയുമൊക്കെ നടത്തുന്നവരാണ്, നിങ്ങൾക്ക് ധാരാളം സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഡിഡ് യു സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ടു മേക്ക് എ ഡിസിഷൻ? ഹൗ ലോങ് ഡു യു പ്രേ? അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനല്ലേ, പിതാവിൻ്റെ മടിയിലിരിക്കുന്നത്. എന്തെല്ലാം ഇന്നലെ കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചു. പക്ഷേ he did not make any decision of his own. In the midst of all those things, he spent time, he consulted with the Father, and he did the will of God. ശിഷ്യന്മാരത് കാണണം, അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് കർത്താവ് ആഗ്രഹിച്ചു. തന്നോട് ഇരിപ്പാൻ, അപ്പോഴവിടെ കൂടെ നടന്ന് സുവിശേഷം പ്രസംഗിച്ച് ആളുകളെ നേടുന്ന കാര്യം മാത്രമല്ല, പ്രാർത്ഥനയിൽ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാ പരിപൂർണമായിട്ട്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെയാകട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ ഭരമേൽപ്പിച്ച് ദൈവഹിതത്തിന് പരിപൂർണമായിട്ട് കീഴ്പ്പെടുന്ന സ്വർഗീയ രാജാവിനെ അവർ കണ്ടു സ്വർഗത്തിൻ്റെ മീൻപിടുത്തക്കാരനെ. നമ്മുടെ കർത്താവ് തൻ്റെ സ്നേഹത്താൽ ശിഷ്യന്മാരുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തി എന്ന് മാത്രമല്ല, he conquered the whole world. Even today, he spends his time, I don't think that I am wrong, in the presence of the Father,
always making intercession. How long do you pray? How long you spend time with the Word of God? ഒരു പ്രസംഗം തയ്യാറാക്കണേലേ പലരുടെയും പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വായിക്കുക, കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ do you get things directly from the Lord? I do not recommend that. I don't say that you don't. I teach in a Bible institute. I ask the students to refer books. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ ഇത് ചെയ്യേണ്ടത്. പക്ഷേ the primary purpose of a person who serve the Lord is to spend time with the Lord and with His Word. കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, കർത്താവിൽ നിന്ന് ഗ്രഹിച്ചത്, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരുവാനും ആയിട്ടാണ് നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ശിഷ്യന്മാരോട് വാസ്തവത്തിൽ അത് കർത്താവ് പറഞ്ഞു. ദൈവം കർത്താവ് കൃപ ചെയ്യുന്നുമെങ്കിൽ അടുത്ത ഇനിയും ലാസ്റ്റ് സെഷനിലേക്ക് നമ്മൾ വരികയാണ്. നമുക്ക് അല്പം കൂടെ ധാരാളമായ പ്രകാശം ലഭിക്കത്തക്ക നിലയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ. കർത്താവേ, എന്താണ് അവിടുന്ന് എന്നോട് പറയാനായിട്ടുള്ളത്? പത്രോസിനെ വിളിച്ചതുപോലെ എന്നെ അവിടത്തേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹിയർ ആം ഐ. വിൽ യു സേ ദാറ്റ്? കർത്താവേ, എനിക്ക് കഴിവൊന്നുമില്ല, പ്രയാസപ്പെടണ്ട, നീ എന്നെ അനുഗമിക്കൂ, ഞാൻ നിന്നെ ആക്കി തീർക്കും. നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠതയാണ് മനുഷ്യരെ മനുഷ്യനാക്കി തീർക്കുന്നത്, മനുഷ്യരിൽ കൂടെ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഏതൊരു മനുഷ്യനും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ അനേകർക്ക് അനുഗ്രഹമായിട്ട് തീരുവാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതം, എൻ്റെ ജീവിതം, നമ്മുടെ ജീവിതം ആ നിലവാരത്തിലേക്ക് ഉയരത്തക്ക നിലയിൽ കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുക, കർത്താവിനെ സ്നേഹിക്കുക, അവൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് സമയം ചെലവഴിക്കുക, പ്രാർത്ഥിക്കുന്നവരായിട്ട്. കർത്താവേ, എൻ്റെ അവിടുത്തെ ഇഷ്ടം എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ കൂടെ ഇന്നോ നാളെയോ ഞാൻ യോഗത്തിൽ നിന്ന് മാറ്റപ്പെടും. ദിവസം പ്രതി അത് മണിയടിച്ച് കേട്ടോണ്ടിരിക്കുക. ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു യുവാവാണ്. ഞാനിങ്ങോട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് കേട്ടത് വീണ് മരിച്ചു. എൻ്റെ സഹോദരൻ, എന്നേക്കാൾ ആരോഗ്യമുള്ള സഹോദരൻ, രാവിലെ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങോട്ടത്തെ തിരിഞ്ഞതേ ഉള്ളൂ, വീണ് മരിച്ചു. കോവിഡ് നമ്മളെ അതൊക്കെ പഠിപ്പിച്ചു. യെറ്റ് വി ആർ ഡിലേഡ് ടു മേക്ക് എ ഡിസിഷൻ ടു ലീവ് ഫോർ ദ ലോർഡ്. കർത്താവേ, അങ്ങ് എത്ര മഹാൻ! ലോകത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണല്ലോ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ സമ്പത്തെന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. ദ ഡിപ്പോസിറ്റ് ദാറ്റ് ഈസ് എൻട്രസ്റ്റഡ് ടു യു. അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന തിമോത്തിയോസിനോട്, ഈ വലിയ സമ്പത്ത് നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ട് അതിനെ ശരിയായ നിലയിൽ പറഞ്ഞു കൊടുക്കത്തക്ക നിലയിൽ പ്രാപ്തി നേടുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കർത്താവേ, വേണ്ട നിലയിലൊന്നും പറയാനുള്ളൊരു കഴിവ് എനിക്കില്ല. അവിടുത്തെ വചനത്തിലെ അത്ഭുതങ്ങൾ അത് അനേകർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ സാധുവായ എന്നെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കും. അവൻ്റെ നാമം, സ്വർഗീയനായവൻ്റെ നാമം എന്ന് നീക്കം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ പുത്രൻ്റെ മഹത്വത്തിനായിട്ട് സ്തോത്രം. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആ സ്വർഗീയ രാജാവിൻ്റെ വാക്കുകൾ കേട്ട് സകലവും ഉപേക്ഷിച്ച് പിൻപറ്റിയവരെ അവരുടെ ജീവിതം എത്ര ധന്യമായി തീർന്നു എന്നൊക്കെ ഞങ്ങൾക്ക് തിരുവെടുത്ത് മനസ്സിലാക്കും. ഞങ്ങളുടെ ജീവിതവും നൂറ്റാണ്ടുകൾക്ക് ഈ ശിഷ്യന്മാരുടെ ജീവിതം അനുഗ്രഹമായിട്ട് തീർന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തെയും തീർക്കണം. അവരുടെ ജീവിതം, അവരുടെ ശുശ്രൂഷകൾ, അവരാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തിരുവെഴുത്തുകൾ അതെത്ര ശ്രേഷ്ഠം! ലോകത്തിലൊരു മനുഷ്യർക്കും നേടാൻ കഴിയാത്ത കാര്യം. ആ മുക്കവന്മാൽ കൂടെ അവിടെ നിർവഹിച്ചെങ്കിൽ ഞങ്ങളിൽ കൂടെ അത് നിർവഹിക്കണമേ എന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല, അങ്ങേ അനുഗമിച്ചാൽ
അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഇരുന്നാൽ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദിവസങ്ങൾ ചിലവഴിച്ചാൽ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി തീർക്കുവാൻ അങ്ങേക്ക് കഴിയും എന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും ഞങ്ങൾ ആവേശത്തോടെ ശ്രദ്ധിച്ചു. അനുസരിപ്പാൻ, അങ്ങേ അനുഗമിപ്പാൻ, അവിടുത്തെ വചനത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട് ദൈവപുത്ര അങ്ങേക്ക് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ മഹത്വം അർപ്പിക്കയാൽ പ്രാർത്ഥിക്കയാൽ സ്വർഗീയ പിതാവേ ദയ തോന്നി സ്വീകരിക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: സ്വർഗീയ വിളിക്ക് യോഗ്യരായിട്ടുള്ളവരെ. ഞാനും നിങ്ങളും സ്വർഗത്തിലെ വിളിയെക്കുറിച്ച് ഇന്നലെയും ഇന്നും കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേൾക്കുകയായിരുന്നു. കർത്താവിൻ്റെ വിളി, വ്യത്യസ്തങ്ങളായ വിളിയെക്കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. യേശു കർത്താവ് വന്ന് ലോകത്തോട് പ്രസംഗിച്ചപ്പോൾ രക്ഷയ്ക്കായി ലോകത്തോട് താൻ തൻ്റെ സന്ദേശം അറിയിക്കുമ്പോൾ അതിലൂടെ ലോകത്തിൽ നിന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ച എല്ലാവരെയും അടുത്ത വിളി കർത്താവ് വിളിച്ചത് ക്രിസ്തീയ ജീവിതത്തിലേക്ക്, അഥവാ ശിഷ്യത്വ പരിശീലനത്തിലേക്ക് കർത്താവ് വിളിച്ചു. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ആ വിളിയാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ നാം. ദൈവം നമ്മെ, സ്വർഗത്തിലെ ദൈവം പുത്രനെ അയച്ച് തന്നിലൂടെ തൻ്റെ ശിഷ്യന്മാരിലൂടെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാക്കി തീർത്തതോർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എന്നാൽ കർത്താവ് ചിലരെ പ്രത്യേകാൽ വിളിച്ചു തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അതിനെക്കുറിച്ചും നാം പ്രിയ ദൈവദാസനിൽ നിന്ന് കേൾക്കുകയുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചവർ നാം കേട്ടു: തന്നോട് കൂടെ ഇരിപ്പാൻ, ദൈവവചനം പ്രസംഗിപ്പാൻ, മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിപ്പാനുമായി കർത്താവ് ചിലരെ തൻ്റെ ശുശ്രൂഷയിലേക്ക് വിളിച്ചു. അങ്ങനെ വിളിച്ചവർ അവരുടെ തൊഴിലും അവരുടെ മാതാപിതാക്കളും കുടുംബവും വിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി അവൻ്റെ പിന്നാലെ അനുഗമിച്ചു. നാം വ്യത്യസ്തങ്ങളായ വിളിയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കുകയായിരുന്നു. ദൈവം തൻ്റെ ദാസനെ ശുശ്രൂഷയായി ഈ പ്രദേശത്തേക്ക് അയച്ച് നമ്മുടെ മധ്യേ യേശു കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. താങ്ക് യു അങ്കിൾ. ദൈവം തൻ്റെ ശുശ്രൂഷയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വിളിയോട് പ്രതികരിക്കാം. ഓരോ ദിവസവും നമ്മുടെ ജോലിയിലാണെങ്കിലും, പഠനത്തിൽ, കലാശാലകളിലാണെങ്കിലും, കുടുംബജീവിതത്തിലാണെങ്കിലും, എവിടെയാണെങ്കിലും നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായവരാണ്. ആ വിളി കേട്ട് കർത്താവിനോട് ചേർന്ന് നടന്ന് പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഇനി അല്പസമയം ഒരു ബ്രേക്കുണ്ട്. ആ സമയത്ത് രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും നേരെ വന്ന് ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് അത് രജിസ്ട്രേഷൻ ചെയ്യണം, ബാഡ്ജ് ധരിക്കണം, അവർക്കറിയണം. അതിനുശേഷം സഹോദരിമാരുടെ മീറ്റിംഗ് ഇവിടെയാണ് നടക്കുന്നത്. സഹോദരിമാരെല്ലാവരും ഇവിടെ കൂടും. സഹോദരന്മാർ ടാലി 1 ഫസ്റ്റ് ഫ്ലോറിൽ. സഹോദരന്മാർ അവിടെ ഒരുമിച്ച് കൂടും 12:30. 12 മണിക്ക് ലഞ്ചിൻ്റെ ടൈമാണ്. 12:30 ലഞ്ച് സെർവിങ് അവർ നിർത്തും. ഉപവസിക്കണം എന്നുള്ളവർക്ക് 12:30 ശേഷം പോയാൽ മതി, കുഴപ്പമില്ല. അതൊരു 12:30 മുമ്പേ അവർ സെർവ് നിർത്തുന്നത് കൊണ്ട് ഒത്തിരി സമയം അവിടെ ഇവിടെയും ചെലവഴിക്കാതെ സമയത്ത് ലഞ്ചിന് അവിടെ എത്തണം. പിന്നീട് ടാലൻറ്റ് ടൈമാണുള്ളത്. അത് 2 മണിക്ക് എല്ലാവരും ഒരുമിച്ച് കൂടണം. അതിനുശേഷം വോളിബോൾ ടൂർണമെൻ്റ് ഉണ്ട്. അതിൽ ഓരോരുത്തരുടെയും യോഗ്യതകൾ തെളിയിക്കാനുള്ള സമയമാണ്, കഴിവുകൾ. അതിനൊക്കെ പ്രയോജനപ്പെടുത്താം. ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ. പിന്നെ നമുക്ക് ഈ ബ്രേക്ക് ടൈം ഉള്ളപ്പോഴൊക്കെ നമ്മുടെ പുറകിൽ സഹോദരന്മാർ
ചില ശുശ്രൂഷകളുമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതവർക്ക് ദൈവം നൽകിയ ശുശ്രൂഷകളാണ്. ദൈവവചനവും ദൈവവചന പഠനത്തിന് ഉപകരിക്കുന്ന സാധ്യതകളും മാധ്യമങ്ങളും പുസ്തകങ്ങളും ഒക്കെ ദൈവഭക്തന്മാരിലൂടെ ദൈവം അവർക്ക് നൽകിയ കഴിവുകൾ അവർ പ്രയോജനപ്പെടുത്തുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയിലേക്ക് നയിക്കേണ്ടതിന് അവരുടെ എഴുത്തുകൾ, ലേഖനങ്ങൾ, പുസ്തകങ്ങളൊക്കെ അത് പ്രയോജനപ്പെടുത്തണം. അത് പോയി നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് വാങ്ങുവാനും അവരുടെ ശുശ്രൂഷകളെക്കുറിച്ച് അറിയുവാനൊക്കെ ഉള്ള സമയമുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് പിരിയാം. ഒരു ചെറിയ ബ്രേക്കുണ്ട്. രജിസ്റ്റർ ചെയ്യേണ്ടവർ രജിസ്റ്റർ ചെയ്യുക. സഹോദരിമാർ ഇവിടെ തന്നെ അതിനുശേഷം കൂടുക. സഹോദരന്മാർ ഫസ്റ്റ് ഫ്ലോറിൽ ടാലിയിൽ. നമുക്ക് ദൈവം നമ്മെ തുടർന്ന് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.